ഞാനെപ്പോഴും കാണാറുള്ള ഒരു കാഴ്ച, നമ്മൾ റോഡ് സൈഡിലൊക്കെ ബിരിയാണി, ഊണ് പാഴ്സലായിട്ടൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന കുറേ ആൾക്കാർ. ഇവർക്കൊക്കെ ഇത് വിറ്റ് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സാധ്യത വളരെ കുറവാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെയാണല്ലോ. ചിലപ്പം ഒരുപക്ഷെ വിറ്റ് പോകും. പക്ഷേ ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, എല്ലാവരും ഉപജീവന മാർഗമാണ്, ജീവിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഒരിക്കലും ഒരു സഹതാപം കൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് ആഹാരം മാത്രം മനുഷ്യൻ വാങ്ങിച്ച് കഴിക്കില്ല. പക്ഷേ ഒരുപക്ഷെ നിങ്ങൾ ജോലി ചെയ്യുന്നവർ ഒരു പൊതി ചോറ് മേടിച്ചാൽ നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങളെ കാണുമ്പോൾ 100 രൂപ എന്ന് പറയാലും ആഹാരം വാങ്ങിക്കുന്നെങ്കിൽ അത് ഉറപ്പായിട്ടും നമ്മുടെ സഹതാപം കൊണ്ട് വാങ്ങിക്കൂല എന്നുള്ള. അപ്പോൾ വാങ്ങിക്കുന്നെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് കഴിക്കുന്ന ആഹാരമാണ് അത് വിൽക്കാൻ നിൽക്കുന്ന ആൾക്കാർ ശരിക്കും നല്ല വൃത്തിയായ കളറ്, ഗ്ലാമറ് ഒന്നും ഇതിനകത്തൊരു വിഷയമല്ല കേട്ടോ. ആഹാരത്തിൽ അങ്ങനെ സംഭവമില്ല. പക്ഷേ നമ്മളിത് വിൽക്കാൻ നിൽക്കുകയാണെങ്കിൽ ശരിക്കും നല്ല വൃത്തിയായിട്ട് നിൽക്കണം. നമ്മൾ നല്ല ഇടുന്ന ഡ്രസ്സുകൾ, നമ്മൾ കീറിയ ഡ്രസ്സ് ഇട്ടുകൊണ്ട് അവിടെ നിൽക്കുന്നവർ നമ്മൾ ഇങ്ങോട്ട് കഷ്ടം ഒരു ഉടുപ്പോലും മേടിക്കാനില്ലാത്തവനാണ്, എന്നാൽ അവൻ്റെ കയ്യിൽ നിന്ന് 20 ചോറ് മേടിച്ചേക്കാന്ന് പറഞ്ഞാൽ ആരും വാങ്ങിക്കില്ല. അത് ഞാൻ പറയുന്നത് ആരെയും നമ്മളെ താഴ്ത്താനോ, എൻ്റെ സാഹചര്യം അങ്ങനെയാണ്, എനിക്ക് അങ്ങനെ പറ്റുള്ളൂ, എനിക്ക് അതിനുള്ള ഇല്ല എന്നൊക്കെ പറയാമായിരിക്കും. പക്ഷേ അതല്ല ഞാൻ പറഞ്ഞതിൻ്റെ ഒരു കാര്യം. ഒരുപാട് ആൾക്കാർ ഇത് വാങ്ങിക്കണമെന്നും ഈ വഴിയോര കച്ചവടക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. എന്നാൽ നല്ല ഫുഡുകളൊക്കെയാണ് കേട്ടോ. ഞങ്ങൾ ഇടയ്ക്ക് കഴിക്കാറുള്ളതാണ്, നല്ല ഫുഡാണ്. പക്ഷേ ചില സമയത്ത് ചിലർ പറയത്തില്ല നല്ല ആഹാരമാണ്, പക്ഷേ ഒരു വീറും വൃത്തി ഇല്ല എന്നൊക്കെ പറയത്തില്ലേ. അത് നമ്മൾ ഓരോരുത്തർ പറയുന്നത്, നമ്മളൊക്കെ സാധാരണപ്പെട്ട ആൾക്കാരായതുകൊണ്ട് തന്നെ അവരെ കൊണ്ടുതന്നെ കഴിക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ സ്റ്റീൽ പാത്രങ്ങളൊക്കെ വെച്ച് അതൊക്കെ ഉളുമ്പ് നാറുന്ന സംഭവം. അത് ശരിക്കും കഴുകാതൊക്കെ വെക്കുമ്പോൾ തന്നെ ചില ഗ്ലാസ്സൊക്കെ എടുത്ത് നമ്മൾ മണപ്പിക്കുമ്പോൾ തന്നെ വെള്ളം കുടിക്കാൻ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഓക്കാനും വരും. ആ രീതിയിലുള്ള വൃത്തിയില്ലായ്മയൊക്കെ നമ്മൾ പല ഹോട്ടലുകളിലൊക്കെ കണ്ടു. ഹോട്ടലുകളുണ്ട്, സാധാരണ ചെറിയ ചെറിയ തട്ടുകട പോലത്തെ സംഭവങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒരു കാര്യം നമ്മളങ്ങ് പറഞ്ഞാണ്, നമ്മൾ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ട്, നിങ്ങൾ എന്ത് സാധനം റോഡിലിട്ട് വിൽക്കുന്നതിൽ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യും, വാങ്ങിക്കും. പക്ഷേ നമ്മൾ ഇച്ചിരി കുറച്ച് വൃത്തിയായിട്ടുള്ള രീതിയിൽ അത് സെറ്റ് ചെയ്യുന്നതിലും നമ്മൾ ധരിക്കുന്ന ഡ്രസ്സിലും നമ്മൾ ഗ്ലൗസൊക്കെ ഉപയോഗിച്ചൊക്കെ ചെയ്യുവാണെങ്കിൽ കുറേ കൂടെ നിങ്ങളുടെ ബിസിനസ്സിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. നമ്മൾ ചില സ്ഥലത്തൊക്കെ നമ്മൾ കിലോമീറ്ററുകൾ ഓടിയാലും ചിലയിടത്ത് വന്ന് നാരങ്ങ വെള്ളം കുടിക്കും, ചിലയിടത്ത് കിലോമീറ്ററുകൾ ഓടിയാണെങ്കിൽ ചിലയിടത്ത് വന്ന് നമ്മൾ ചോറ് വാങ്ങിക്കും, കിലോമീറ്ററുകൾ ഓടിപ്പോയാലും ചിലപ്പം ഊണ് വാങ്ങിക്കും. ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ചോറ് മോശവും അവിടുത്തെ ചോറ് പൊന്നുമായിട്ടൊന്നുമല്ല. പക്ഷേ അവർ കൊടുക്കുന്ന രീതിക്കൊക്കെ നല്ല വൃത്തിയും മെനയൊക്കെ കാണും. അതുകൊണ്ടാണ് എല്ലാവരും അങ്ങനെ പോയി കഴിക്കുന്നത്. അതാണ് ഇതിനകത്തെ കാര്യം. പക്ഷേ ഈ പറയുന്ന മനുഷ്യരെല്ലാവരും വൃത്തി നോക്കുന്നു എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ്. അത് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ഫുഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ, എല്ലാവരും ഫുഡ് കൊടുക്കുന്നതിൽ നമുക്ക് സന്തോഷമുള്ളൂ. കാരണം എല്ലാവരും നല്ല ഓരോ ജോലി ചെയ്ത് ജീവിക്കട്ടെ. അങ്ങനെ ചെയ്യുന്നവർ ഉറപ്പായിട്ടും ഇതിനെ ഈ രീതിയിലൂടെ ഒന്ന് നോക്കിയാൽ വളരെ വിജയമുണ്ടാകും. ഒരുപാട് ആൾക്കാർ നമ്മൾ വിൽക്കുന്ന ആഹാരം വാങ്ങിക്കാനുണ്ടാവും. ഓക്കെ, ഞാനിതൊരു പൊതുവായിട്ടൊരു അറിവെന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മൾ ഇങ്ങനെയൊക്കെ റോഡിലൊക്കെ സ്ഥിരം നടക്കുന്ന ആളായതുകൊണ്ടും ഈ മേഖലയെ നമ്മൾ ചെയ്തിട്ടുള്ള ആളായതുകൊണ്ടും ഇത് മനസ്സിലാക്കിയ കുറേ സംഭവങ്ങളാണ്. വൃത്തി വളരെ പ്രാധാന്യമാണ്, അത് ചെയ്യാൻ മറക്കരുത്.